ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ കോഡീസ് വിത്ത് അനു. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് വാട്ട് ഈസ് മെത്തേഡ് എന്നാണല്ലേ. ഡീറ്റെയിൽ ആയിട്ട് മെത്തേഡ് എന്താണെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിന് പ്രോപ്പർട്ടീസും ബിഹേവിയറും ഉണ്ടാവും. അതിൽ പ്രോപ്പർട്ടി ബിഹേവിയർ ആയിട്ട് വരുന്ന ഫങ്ഷൻസിനെയാണ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അതിനെ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ടെക്നിക്കലി നമ്മൾ അതിനെ മെത്തേഡ് എന്ന് പറയും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂസിന് ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദിസ് കീവേഡ് എന്നുള്ളത്. അപ്പം ദിസ് കീവേഡ് എന്താണെന്നാണ് ജാവാസ്ക്രിപ്റ്റിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നോക്കിയ മെത്തേഡിന്റെ സെയിം എക്സാമ്പിൾ തന്നെ എടുക്കാം. ഒരു പേഴ്സൺ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് നെയിം, ഏജ്, രണ്ട് പ്രോപ്പർട്ടിയും പിന്നെ ഒരു മെത്തേഡ് സേ ഹലോയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് റൺ ചെയ്യുമ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് നെയിം യൂസ് ചെയ്തിട്ടാണ് ഫംഗ്ഷനെ കോൾ ചെയ്തത്. ആ ഫംഗ്ഷൻ ഒരു ലോഗ് ചെയ്യുന്നുണ്ട് ഹലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റിനെ. ഇന്നിനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഈ പേഴ്സന്റെ പ്രോപ്പർട്ടീസ് ആക്സസ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് ഞാൻ ഈ ഫംഗ്ഷൻ നെയിം ഒന്ന് മാറ്റുവാണ്. ഗെറ്റ് കോൺഫിഗ് എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷൻ നെയിം ഒന്ന് ചേഞ്ച് ചെയ്യുവാണ്. എന്നിട്ട് ഈ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഞാൻ ഈ ഒബ്ജക്റ്റിന്റെ ഫസ്റ്റ് നെയിം ഇല്ലേ, ഇതിനെ ഒന്ന് റിട്ടേൺ ചെയ്യാൻ പോവാണ്. സാധാരണ നമ്മളൊരു ഫംഗ്ഷന്റെ വേരിയബിൾ ഒക്കെ ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യുന്നത്. ഇങ്ങനെ ആക്സസ് ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റുമോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. ഇങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ആക്സസ് ചെയ്യുന്ന സമയത്ത് റെഫറൻസ് എറർ ആണ് വരുന്നത്, ഫസ്റ്റ് നെയിം ഈസ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞു. അതിന്റെ റീസൺ എന്താ? ഇവിടെ ഫസ്റ്റ് നെയിം എന്ന് പറയുന്നത് ഒരു വേരിയബിൾ അല്ല, അതൊരു ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടിയാണ്. സോ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടീസ് ആക്സസ് ചെയ്യുന്ന സമയത്ത് ഒബ്ജക്റ്റ് നെയിം യൂസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യാൻ പറ്റൂ, ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ ഈ കോൾ ചെയ്യുന്നതിന് ഒബ്ജക്റ്റിന്റെ നെയിം കൂടെ ആഡ് ചെയ്ത് ഒന്ന് ചേഞ്ച് ചെയ്യുവാണ് കേട്ടോ. ഒരു ഏജ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ എക്സ്ട്രാ കയറി വന്നിട്ടുണ്ടായിരുന്നു അല്ലെ, ശ്രദ്ധിച്ചില്ല. എഗെയിൻ വന്ന് റൺ ചെയ്യുന്ന സമയത്ത് അനു എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ആയിട്ട് റിസൾട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പൊ ഒരു മൾട്ടിപ്പിൾ ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. അതായത് ഒരു പേഴ്സന്റെ ഒബ്ജക്റ്റ് പിന്നെ വേറൊരു പേഴ്സന്റെ ഒബ്ജക്റ്റ്. ഞാൻ അതിന് പേഴ്സൺ 1 എന്നാണ് കൊടുക്കുന്നത്. അതിന് ഞാനൊരു സിജു എന്നും പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നെയിം. അപ്പൊ ഇങ്ങനെ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റ് വരുന്ന സമയത്ത് ഇങ്ങനെ അക്സസ് ചെയ്യുന്നത് ഒരു ബെറ്റർ മെത്തേഡ് അല്ല. ഓരോ പ്രാവശ്യം ഒബ്ജക്റ്റ് നെയിം കൊടുത്ത് അതിനെ അക്സസ് ചെയ്യാന്ന് പറയുന്നത് ഒരു ബെറ്റർ മെത്തേഡ് അല്ല. അതിന് പകരമാണ് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ദിസ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ദിസ് കൊടുത്തിട്ട് റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ ഇവിടെ ഞാൻ പേഴ്സൺ 1 രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്. അതിൽ പേഴ്സൺ ഒബ്ജക്റ്റിന്റെ സെയിം ഫംഗ്ഷൻ ആണ് രണ്ട് മെത്തേഡിലും ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ പേഴ്സൺ ഒബ്ജക്റ്റിന്റെ ഗെറ്റ് കോൺഫിഗ് മെത്തേഡിനെ കോൾ ചെയ്യുന്ന സമയത്ത് ഈ ദിസ് റെപ്രസെന്റ് ചെയ്യുന്നത് പേഴ്സൺ ഒബ്ജക്റ്റ് ആയിരിക്കും. അതേസമയം പേഴ്സൺ 1 യൂസ് ചെയ്തിട്ട് ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുവാണെങ്കിൽ ഈ ദിസ് റെപ്രസെന്റ് ചെയ്യുന്നത് പേഴ്സൺ 1 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിനെ ആയിരിക്കും. അതായത് ഇത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ റൺ ടൈമിലാണ് ദിസ് കീവേഡിന്റെ വാല്യൂ ആക്ച്വലി ഡിഫൈൻ ചെയ്യുന്നത്. ദിസ് കീവേഡ് അതിന് ഇപ്പം ഈ ഒരു എക്സാമ്പിളിൽ മെത്തേഡിനെ ഒബ്ജക്ട് മെത്തേഡിനെയാണ് കോൾ ചെയ്യുന്നതെങ്കിൽ ആ കോൾ ചെയ്യുന്ന മെത്തേഡിനെയാണ് ദിസ് കീവേഡ് റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് പേഴ്സൺ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് ഒരു പേഴ്സന്റെ മെത്തേഡിനെ കോൾ ചെയ്യുന്ന സമയത്ത് അവിടെ ദിസ് റെപ്രസെന്റ് ചെയ്യുന്നത് ഈ പേഴ്സൺ ഒബ്ജക്റ്റിനെയാണ്. ദിസ് യൂസ് ചെയ്തിട്ട് ഈ പേഴ്സൺ ഒബ്ജക്റ്റിന്റെ മെത്തേഡ്സിനെയും പ്രോപ്പർട്ടീസിനെയും രണ്ടിനെയും, അതായത് ഫംഗ്ഷനെയും പ്രോപ്പർട്ടീസിനെയും നമുക്ക് ആക്സസ് ചെയ്യാം. ഇവിടെ ദിസ് യൂസ് ചെയ്ത് ഫസ്റ്റ് നെയിം ആക്സസ് ചെയ്ത പോലെ. ഇനി ഞാൻ അഗൈൻ ഇതൊന്ന് വന്ന് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അനു എന്നുള്ള നെയിം കിട്ടും. ഇനി ഞാൻ ഈ പേഴ്സൺ ഒബ്ജക്റ്റ് മാറ്റി പേഴ്സൺ 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ദിസ് റെപ്രസെന്റ് ചെയ്യുന്നത്, അതായത് പേഴ്സൺ 1 ദിസ് റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒബ്ജക്റ്റിനെ ആയിരിക്കും. നമ്മൾ അഗൈൻ വന്ന് റൺ ചെയ്യുമ്പം റിസൾട്ട് വരുന്നത് സിജു എന്നാണ്. ഇനി ഈ ഒരു ദിസ് കീവേഡ് ഈ ഒബ്ജക്ട് മെത്തേഡിന് മാത്രമല്ല നോർമൽ ഫംഗ്ഷനും ക്ലാസ്സിനും ഒക്കെ യൂസ് ചെയ്യാം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ചെക്ക് ചെയ്യും. ഒരു ബേസിക് ഐഡിയ കിട്ടിയില്ലേ? ദിസ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ എവിടെ നിന്നാണോ കോൾ ചെയ്യുന്നത്, അതിനെ എവിടെ നിന്നാണോ ട്രിഗർ ചെയ്യുന്നത്, അതിനെയാണ് ദിസ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു ഒബ്ജക്ട് മെത്തേഡിനെയാണ് കോൾ ചെയ്യുന്നതെങ്കിൽ ആ ഒബ്ജക്റ്റിനെ ആയിരിക്കും എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്? ദിസ് കീവേഡ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ദിസ് കീവേഡ്? കുറച്ചും കൂടി എക്സ്പാൻഡ് ആയിട്ട് ഏതൊക്കെ കേസിൽ ദിസ് യൂസ് ചെയ്യാം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണും. ഇതൊരു ബേസിക് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിരുന്നു. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്